ഹലോ വെൽക്കം ടു എജുപോട്ട്. എല്ലാ മക്കൾക്ക് എജുപോട്ടിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. എടാ, പൊളിറ്റിക്സിന്റെ സാറേ ചോദിച്ചു കൊണ്ട് നിൽക്കുന്നു സാറേ. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും അല്ലെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് അടുത്ത എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാം സാറേ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് പഠിച്ചെടുക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കാണാഞ്ഞിട്ടല്ല, ഞങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്ററിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 15ാമത്തെ ചാപ്റ്റർ മുതൽ മക്കളെ അവകാശങ്ങൾ, റൈറ്റ്സ് മുതൽ അവസാന ഡെവലപ്മെൻറ്റ് 20ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഏറ്റവും കൂടുതൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ പറയുന്നത് എങ്ങനെയെങ്കിലും സാറെ പാസ്സാക്കിയാൽ മതി എന്നല്ലേ. പക്ഷേ അല്ലടാ, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 95 ഈ ചാപ്റ്ററിലുള്ള 95 അല്ലാതെ ഈ ഒരു 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 95% മാർക്ക് കിട്ടുന്നില്ല കേട്ടോ പറയുന്നത്. ഏകദേശം ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന 95% നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇതിൽ തരുന്നുണ്ട്. നോക്കാം, സമയം കളയുന്നില്ലടാ. റൈറ്റ്സ്, അവകാശങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൂ, എന്നാൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്. മക്കളെ, അവകാശങ്ങൾ തന്നെ വ്യത്യസ്ത ടൈപ്പിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നല്ല മക്കളോട് ചോദിക്കുക. പിന്നെയോ കുറേ എക്സാമ്പിളുകൾ തരും, കുറേ അവകാശങ്ങൾ നമുക്ക് തരും. ഇപ്പോൾ വിദ്യാഭ്യാസം ഒരു അവകാശമാണ്. അങ്ങനത്തെ കുറേ അവകാശങ്ങൾ നമുക്ക് തരും. എന്നിട്ട് ഇത് ഏതിൽ പെട്ടതാന്ന് നോക്കുക. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് 4 അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ട്, രാഷ്ട്രീയ അവകാശം. സിവിൽ റൈറ്റ്, പൗര അവകാശം. എക്കണോമിക് റൈറ്റ്, സാമ്പത്തിക അവകാശം. കൾച്ചർ റൈറ്റ്, സാംസ്കാരിക അവകാശം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഏതൊക്കെയാണ് പെടുന്നത് എന്നാ നോക്കേണ്ടത് മക്കളെ. ഒന്ന് രാഷ്ട്രീയ അവകാശത്തിലാണ് നമ്മുടെ വോട്ടവകാശം വരുന്നുണ്ട്, നമുക്ക് മത്സരിക്കാനുള്ള അവകാശം വരുന്നത്. കണ്ടോ, ദ റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എലക്ഷൻ, റൈറ്റ് ടു ക്രിറ്റിസൈസ് ദി ഗവൺമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിമർശിക്കാനുള്ള അവകാശം ഏതിലാണ് വരുന്നത്, പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശത്തിലാണ് വരുന്നത്. പിന്നെ പദവികൾ വഹിക്കാനുള്ള അവകാശം, നമുക്ക് ഓരോ പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനത്തെ പദവികളില്ലേ, അത് വഹിക്കാനുള്ള അവകാശം ഏതിൽ പെടുന്ന അവകാശത്തിലാണ്, നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശമാണ് അതിൽ പെടുന്നത്. ഇനി സിവിൽ റൈറ്റ്, പൗരാവകാശം. ഒരു പൗരന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് മക്കളുള്ളത് നോക്കണേ. ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, എടാ പ്രസംഗിക്കാനുള്ള അവകാശം. ഫ്രീഡം ഓഫ് പീസ്ഫുൾ അസംബ്ലി, നമുക്ക് എന്താണ് സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള അവകാശം. ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു ബിലീവ് ആൻഡ് ഡിസ്ബിലീവ്, എടാ നമുക്കൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശവുമുണ്ട്. ഇതൊക്കെ ഏതിലാണ്, നമ്മുടെ സിവിൽ റൈറ്റ്സിലാണ് പെടുന്നത് കേട്ടോ, സിവിൽ റൈറ്റ്സിൽ പെടുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് എക്കണോമിക് റൈറ്റ്, സാമ്പത്തിക അവകാശങ്ങളിൽ ഒന്നുമില്ല. ഇതാക്കണ്ടോ, എൻജോയ്ഡ് സിറ്റിസൺ ബൈ കൺസ്യൂമിങ് ഹിസ് ലൈവ്ലിഹുഡ്, റൈറ്റ് ടു വർക്ക് എന്ന് വെച്ചാൽ ജോലി, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തായിരുന്നു, തുല്യ ജോലിക്ക് തുല്യ വേതനം കൈപ്പറ്റാനും തൊഴിൽ സംഘടനകൾ രൂപീകരിക്കാൻ. ഇപ്പോൾ തൊഴിലാളി സംഘടനകളില്ല മക്കളെ, ഒരുപാട് തൊഴിലാളി സംഘടന, ഇപ്പോൾ CITU, STU അങ്ങനത്തെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ, ഒരുപാട് സംഘടനകളുണ്ട്. അങ്ങനെയൊക്കെ രൂപീകരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ വിശ്രമിക്കത്തിനും സുരക്ഷിതത്വത്തിനുമുള്ള അവകാശം കൂടി ഏതിൽ ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് റൈറ്റ്സിൽ പെടുന്നുണ്ട്. ഇനി കൾച്ചറൽ റൈറ്റ്, സാംസ്കാരിക അവകാശത്തിൽ ഏതൊക്കെയാണ് വരുന്നത്, അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ, ഭാഷയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെ ഏതിലാണ് പെടുന്നത്, നമ്മുടെ കൾച്ചറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സാംസ്കാരിക അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചിട്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതെന്നല്ല കേട്ടോ മക്കളെ, നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി സിറ്റിസൺഷിപ്പ് 16ാമത്തെ ചാപ്റ്റർ, പൗരത്വം എന്നുള്ളത്, ഇവിടെ ഇന്ത്യൻ പൗരത്വം, അറ്റൈൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഡിഫറെൻറ്റ് വേസ് ഉണ്ട്, വ്യത്യസ്ത വഴികളുണ്ട്. എങ്ങനെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നേടാനുള്ള അല്ലെങ്കിൽ പൗരത്വം ആർജിക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്താണ് മക്കളെ, നമുക്ക് പാർലമെന്റ് പാസ്ഡ് ആക്ട് 1955 സിറ്റിസൺഷിപ്പ് ആക്ടിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതൊക്കെ, ഒന്ന് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, എടാ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് പൗരത്വം കിട്ടില്ലേ, എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടിയത്, നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, എന്നാലും ജനന പൗരത്വമുണ്ട്. സിറ്റിസൺഷിപ്പ് ബൈ ഡീസൻ, പിന്തുടർച്ചാ പൗരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ ഇവിടെ ജനിച്ചതാണ്, ഫാദറിൻ്റെ നമ്മുടെ മക്കൾ എന്ത് വരുന്നത്, സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ത്യൻ്റെ പൗരത്വം കിട്ടും. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, ചിരകലാധിവാസ പൗരത്വം പറയുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററി, മക്കളെ ചില സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധങ്ങളിലൂടെ അല്ലെങ്കിൽ പിടിച്ചടക്കിയിട്ട് ആ ടെറിറ്ററിയുള്ള ആളുകൾ നമ്മളെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൗരത്വം കിട്ടും. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ പൗരത്വം, ഞാനിപ്പോൾ ഒരു അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ അമേരിക്കൻ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുക, രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം വാങ്ങാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ചാപ്റ്ററിലെ നാഷണാലിസം, ദേശീയതയിൽ എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണാലിസം, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന് മക്കളെ ഹിസ്റ്ററി, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ, ഹിസ്റ്ററി പറയും. അതുപോലെ തന്നെ ടെറിറ്ററി, അതുപോലെ തന്നെ കോമൺ ബിലീഫ് അല്ലെങ്കിൽ ഷെയർഡ് ബിലീഫ് എന്ന് പറയും. കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ്,
രാഷ്ട്രീയ ആശയങ്ങൾ, കോമൺ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കൾ, ഇത് പഠിച്ചു വെക്കണം. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഉണ്ട്. എക്സ്പ്ലനേഷൻ കൂടി മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്, കാരണം ഇപ്പോൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള സമയമുണ്ടാവില്ല. പഠിക്കാൻ സമയമുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടി പഠിച്ചു വെക്കണം. ഇനി മതേതരത്വം, സെക്യുലറിസം എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് ചോദിക്കാന്ന് വെച്ചാൽ, എടാ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർ റിലീജിയസ് ആൻഡ് ഇൻട്രാ റിലീജിയസ്, അല്ലെ, അന്തർ മതമേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മക്കളെ, അന്തർ മതമേധാവിത്വം അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഒരു മതം മറ്റൊരു മതത്തിന്റെ പേരിൽ, ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യന്റെ മേലാവട്ടെ, ക്രിസ്ത്യൻ മുസ്ലിമിന്റെ മേലാവട്ടെ, അങ്ങനെ ഒരു മതം മറ്റൊരു മതത്തിന്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് ഇന്റർ റിലീജിയസ് അല്ലെങ്കിൽ അന്തർ മതമേധാവിത്വം എന്ന് പറയുന്നത്. ഈ ഇൻട്രാ റിലീജിയസ് ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ, ആന്തരിക മതമേധാവിത്വം എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാവാറില്ല മക്കളെ, ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു മതത്തിനുള്ളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ഡൊമിനൻസ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാ റിലീജിയസ് അല്ലെങ്കിൽ ആന്തരിക മതമേധാവിത്വം എന്ന് പറഞ്ഞത്. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ സെക്കുലറിസം ആൻഡ് ഇന്ത്യൻ സെക്കുലറിസം. വെസ്റ്റേൺ സെക്കുലറിസവും ഇന്ത്യൻ സെക്കുലറിസം അല്ലെങ്കിൽ പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്ന് വെക്കുന്നുണ്ട്. നോക്കാം. വെസ്റ്റേൺ മോഡൽ, പാശ്ചാത്യ മതേതരത്വത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ വിഡ്രോ ഫ്രം ഇന്റർഫറൻസ്. മക്കൾ അവരൊരു കീപ് ഡിസ്റ്റൻസ് ആണ്. വെസ്റ്റേൺ എന്ന് വെച്ചാൽ മതം വേറെ രാഷ്ട്രം വേറെ, അങ്ങനെ ഒരു കീപ് ഡിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്. വ്യക്തിപരമായ അവകാശങ്ങൾക്കാണ് നമ്മുടെ വെസ്റ്റേൺ സെക്കുലറിസം എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ മതഗ്രൂപ്പുമായുള്ള സമത്വത്തിന് എപ്പോഴും എന്ത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോ മോർ ഇമ്പോർട്ടൻസ് ടു കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സ് എന്ന് പറയട്ടെ, ബേസ്ഡ് റൈറ്റ്സ്, സാമുദായിക അധിഷ്ഠിത അവകാശത്തിന് കൂടുതൽ എന്ത് കൊടുക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്റ്റേറ്റ് നോട്ട് സപ്പോർട്ട് ഫോർ റിലീജിയസ് റീഫോർമേഷൻ. മക്കളെ മത നവീകരണത്തിന് എന്ത് കൊടുക്കുന്നില്ല, രാഷ്ട്രം പിന്തുണക്കുന്നില്ല. ഏതിൽ, വെസ്റ്റേൺ അല്ലെങ്കിൽ പാശ്ചാത്യ മതേതരത്തിൽ. സ്റ്റേറ്റ് നെവർ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, നെവർ പ്രൊവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത നവീകരണത്തിനൊന്നും സ്റ്റേറ്റ് എന്ത് കൊടുക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഇന്ത്യൻ മോഡലിലോട്ട് വരാം. സ്റ്റേറ്റ് ഇന്റർഫറൻസ് ഓൺ റിലീജിയൻ ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തത്വങ്ങൾ അടിസ്ഥാനമാക്കി മതത്തിന്റെ മേലിൽ ഭരണകൂട ഇടപെടലുകളുണ്ട്. ചില തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ട്, മതത്തിന്റെ പേരിൽ ഇടപെടുന്നുണ്ട്, പല കാര്യങ്ങൾക്കും ഇടപെടുന്നുണ്ട്. പ്രൊട്ടക്ട് ദി ഇൻഡിവിജ്വൽ ആൻഡ് റിലീജിയൻ കമ്മ്യൂണിറ്റി. ഇൻഡിവിജ്വൽ വ്യക്തികളെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മതത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ടു ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ റിലീജിയൻസ്. മതങ്ങൾ തമ്മിലുള്ള സമത്വത്തിന് എന്ത് എടുക്കുന്നു, രണ്ടും പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ഇതും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്മ്യൂണിറ്റി റൈറ്റ്സ്. സാമുദായിക അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡിവിജ്വലിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, വ്യക്തികൾക്ക് മാത്രമല്ല സാമുദായിക അവകാശങ്ങൾക്കും. ഇത് ഇപ്പോൾ ന്യൂനപക്ഷം കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ന്യൂനപക്ഷം, അതുപോലെ തന്നെ SC വിഭാഗങ്ങൾ, ST വിഭാഗങ്ങൾ, അങ്ങനെ ഓരോ വിഭാഗങ്ങളില്ലേ മക്കളെ, കത്തോലിക്ക, അങ്ങനെ ഓരോ വിഭാഗങ്ങൾ, OBC, ഇവർക്കൊക്കെ പ്രത്യേക സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നില്ലേ, അത് ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സപ്പോർട്ട് ഫോർ ദി റിലീജിയസ് റിഫോർമേഷൻ. മത നവീകരണത്തിന് രാഷ്ട്രത്തിന്റെ പിന്തുണ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഫോർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മതസ്ഥാപനങ്ങൾക്ക് രാഷ്ട്രം സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇനി ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദി മേജർ ക്രിറ്റിസിസം ലെവൽഡ് എഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം. ഇന്ത്യൻ മതേതരത്തിനെതിരെ നിലനിൽക്കുന്ന പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന വിമർശനങ്ങളാണ്. ഒന്ന്, ആന്റി റിലീജിയസ് ആണ്, എന്ന് വെച്ചാൽ മതവിരുദ്ധമാണ് ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സെക്കുലറിസം മതവിരുദ്ധമാണ്. വെസ്റ്റേൺ ഇമ്പാക്റ്റ് ആണ്, പാശ്ചാത്യ ഇറക്കുമതിയാണ്. പാശ്ചാത്യം എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്നാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്, നമ്മുടെ ആശയം വരുന്നത്. ഇന്റർവെൻഷനിസ്റ്റ്, ഇടപെടലുകളുണ്ട്, പല തരത്തിലുള്ള മതത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വോട്ട് ബാങ്ക് പോളിസി, വോട്ട് ബാങ്ക് നയങ്ങൾ. വോട്ട് ബാങ്ക് നയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവിടെ കൂടുതലുള്ളെങ്കിൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ആ വോട്ട് മുഴുവൻ പിടിക്കും. അപ്പോൾ അവിടെ ഒരു എന്താണ്, ഒരു മതത്തിന്റെ പേരിൽ നടക്കുന്നത്. അടുത്താണ് മൈനോറിറ്റി, ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ഇനി സമാധാനം, പീസ് എന്നുള്ള കാര്യത്തിൽ മക്കളെ എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചറൽ വയലൻസ്. ഘടനാപരമായ ഹിംസ വിശകലനം ചെയ്യുക. ഏതൊക്കെയാണ് മക്കളെ, ഇതെന്തായിരിക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. പാട്രിയാർക്കി, പുരുഷാധിപത്യം എന്ന് വെച്ചാൽ പുരുഷൻ സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹിംസ, അല്ലേ, ഹിംസ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറയാ, ഇവിടെ വയലൻസ് വരുന്നുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നില്ലേ. കോളനിവൽക്കരണം, ഒരു രാജ്യം മറ്റൊരു മേലിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോളനിവൽക്കരിക്കുമ്പോൾ അവിടെ എന്ത് വരാണ്ട്, സമാധാനം നഷ്ടപ്പെടാണ്ട്. റാസിസം, വംശീയത, വംശത്തിന്റെ പേരിൽ. കമ്മ്യൂണിസം, വർഗീയത, മറ്റൊരു മതത്തിനോട് എതിർപ്പ്, ആ മതത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ വർഗീയതകളൊക്കെ വരുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ്, ചാപ്റ്റർ 20 ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ സാമൂഹിക ചെലവുകൾ എന്നുള്ള ഭാഗം. മക്കളെ വികസനത്തിന്റെ സാമൂഹിക ചെലവുകൾ എന്ന് കഴിഞ്ഞാൽ എന്താ, വികസന പ്രക്രിയ
ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. എടാ ഒരു റോഡ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മുടെ വീട് പോകും, എങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ വരില്ലേ? അതുപോലെ തന്നെ ജീവനോപാധി നഷ്ടം, ലോസ് ഓഫ് ലൈവ്ലിഹുഡ്, അതുപോലെ തന്നെ ലോസ് ഓഫ് ട്രഡീഷണൽ സ്കില്ല്, പരമ്പരാഗത വൈദഗ്ധ്യ നഷ്ടം. എടാ ഞാനിപ്പോൾ ഒരു കോസ്റ്റൽ ഏരിയയുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കാം, ഞാനാണ്, അപ്പോൾ വിചാരിക്കാന്നല്ല ആണ്, അങ്ങനെയാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ വാപ്പമാർ ചെയ്തുകൊണ്ടിരുന്ന കുറേ തൊഴിലുകളുണ്ട്, അതായിരിക്കും ചിലപ്പോൾ എനിക്കറിയാം. ഫിഷിംഗ് ആണ് അവിടെ നടക്കുക. ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ കൂടുതൽ എന്താണ്? ഫിഷിംഗ്, മത്സ്യബന്ധനമാണ് നടക്കുക. അങ്ങനെ മത്സ്യബന്ധനം നടക്കുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും തൊഴിൽ ഞങ്ങൾക്കറിയോ? ഇല്ല, ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല, അല്ലേ? അതാണ് പറഞ്ഞ പരമ്പരാഗത വൈദഗ്ധ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്വൈസ് ഇമ്പാക്ട് ഓൺ കൾച്ചർ, സംസ്കാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ ഇത്രയാണ് നമ്മുടെ ഇത്രയും ചാപ്റ്ററിലെ 15, 16, 17, 18, 19, 20 അത്രയും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യണം? ഷുവർ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വിചാരിച്ച് സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കണം എന്നല്ലടാ ഞാൻ പറയുന്നത്. ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? ബാക്കി കൂടി പഠിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിൽ, അതുപോലെ തന്നെ ബാക്കി ഇന്നത്തെ ലൈവിലും നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ ലൈവും രാവിലത്തെ റോക്കറ്റ് റിവിഷൻ എന്നുള്ള രാവിലെ പുലർച്ചെ നിങ്ങൾക്ക് ലൈവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രം മതിയടാ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ. എല്ലാവർക്കും എടാ മനസ്സ് തട്ടിട്ടുള്ള ഒരു ഓൾ ദ ബെസ്റ്റ് ആണ്. പ്രാർത്ഥന കൂടെ തന്നെ ഉണ്ട് മക്കളെ. നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് മനസ്സ്, അത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അടിപൊളിയായി മാർക്ക് വാങ്ങാം. ബൈ ബൈ ബൈ.